ഇപ്പോൾ നാളെ നടക്കുന്ന ഈ പരിപാടിയുടെ സന്ദേശവുമായി ഇന്ന് മെഗാ ബൈക്ക് റാലി അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. വയനാട് ടൂറിസം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ റാലി ടി സിദ്ദിഖ് MLA ആണ് ഫ്ലാഗ് ഓഫ് ചെയ്യുക. കൽപ്പറ്റയിൽ നിന്ന് സ്മിത ഹരിദാസ് തത്സമയം ചേരും. അതേപോലെ ദീപക് തർമ്മടോ നമുക്കൊപ്പം പിന്നീട് ചേരുന്നുണ്ട്. ആദ്യം സ്മിതയിലേക്ക്. സ്മിത ഹരിദാസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ റാലി ആരംഭിക്കാറായോ? ബൈക്ക് റാലി. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ആശംസയും പറഞ്ഞേക്കുക. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആശംസകൾ എസ്കേൻ പറയുന്നുണ്ട്. ഇവിടെ ചെറിയൊരു മഴയുണ്ട്, പക്ഷെ ആ മഴയൊന്നും കാര്യമാക്കാതെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ബൈക്ക് റാലി ഇവിടെ തുടങ്ങിയിട്ട് പല പല മേഖലകളിലൂടെ കടന്നുപോയി കുറുവ ദ്വീപിലാണ് ഇത് അവസാനിക്കുന്നത്. അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 100-ലേറെ ബൈക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറേ പേര് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബൈക്കുകൾ ഇതിന്റെ പുറകിലുണ്ട്. ഈ സിദ്ദിഖ് MLA ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. സുബൈർ ഇളകുളം അദ്ദേഹമാണ് ഇതിന്റെ ഒരു കോർഡിനേഷൻ. ഇത് വിവിധ കൂട്ടായ്മകളുണ്ട്. ടൂറിസം കൂട്ടായ്മ, അത് അസോസിയേഷൻ ഉണ്ട്, ടൂറിസം ഗൈഡ്സ് കൂട്ടായ്മയുണ്ട്, യാത്രികൻ എന്ന് പറഞ്ഞ ബൈക്ക് യാത്രക്കാരുടെ ഒരു സംഘമുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ കൂട്ടായ്മ. നമുക്കറിയാം, നമ്മൾ ഈ വയനാടിനെ കുറിച്ച് ഇങ്ങനെ ഒരു മാസമായിട്ട് ദുരന്തത്തെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഏറ്റവും പ്രധാനം അതിനകത്ത് അതിജീവനം തന്നെയാണ്. അതിജീവനത്തിൽ ഇവിടേക്ക് കൂടുതൽ ഈ ടൂറിസം സാധ്യതകൾ, ഞാനിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ആലോചിക്കുകയായിരുന്നു, നമ്മൾ ഈ എറണാകുളത്തുകാർ കണ്ട് മറന്ന കാഴ്ചകളെക്കാളൊക്കെ എപ്പോഴും ഭ്രമിപ്പിക്കുന്ന, കൗതുകമുള്ള, സന്തോഷം പകരുന്ന പ്രകൃതിയുടെ ഒരു കാഴ്ച വയനാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് ഈ ദുരന്തം നടന്നത്. ആ സന്ദേശം തന്നെയാണ് നമുക്ക് ലോകത്തോട് പറയാനുള്ളത്. കാരണം ഇവിടെയുള്ളവരുടെ പുനരധിവാസത്തിൽ ഏറ്റവും പ്രധാനം അവരുടെ അതിജീവനം, അവരുടെ സാധാരണമായിട്ടുള്ള ജീവിതം. ആ ക്രമത്തിലേക്ക് അവർ തിരിച്ചു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. വിനോദസഞ്ചാര മേഖല ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. എത്രയോ പേരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു സന്ദേശം തന്നെയാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് MLA-യിലേക്ക് പോവാം. MLA അത് തന്നെ ആകും. കാരണം കുറെ ദിവസമായി നമ്മൾ സങ്കടത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ആ വിജിഗേഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താനെന്ന് കവി പറഞ്ഞത് എന്തൊരു സത്യമാണ്. നമ്മളെ ഇവിടെ ഒന്നും തളച്ചിടാൻ പറ്റില്ല, അല്ലെ? തീർച്ചയായിട്ടും 24 ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം വയനാടിന്റെ ഒരു ജീവിതത്തെ ടോട്ടലായി തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ മൂവ്മെന്റാണ്. അതിനെ എത്ര അഭിനന്ദിച്ചാലും എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. ഒരു പ്രധാനപ്പെട്ട കാരണം, വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായത് ഇന്നിപ്പോൾ ഒരു മാസം കഴിഞ്ഞ 1-ാമത്തെ ദിവസമാണ്. വളരെ വിഷമകരമായിട്ടുള്ള നമ്മുടെയൊക്കെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, ജീവിതക്രമത്തെ ഒക്കെ വളരെയധികം വേട്ടയാടുകയും ഇന്നും അതിൽ നിന്നും മോചിതമാകാതെ വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് വയനാടൻ ജനത മുന്നോട്ട് പോകുന്നത്. വയനാടിൻ്റെ അതിൽ അതിജീവിക്കാനുള്ളതായ ഉൾക്കരുത്തുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടായി എല്ലാവരും ഒന്നിച്ച് നേതൃത്വം കൊടുക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, വയനാട് ജില്ലയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള റാങ്കിംഗ് ഉണ്ട്. വയനാട് ജില്ല ഒരു ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റാണ്. ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കുള്ളതായിരിക്കുന്ന ബഹുമതിയല്ല, ഞങ്ങൾ മറ്റ് ജില്ലകളെക്കാൾ പല കാര്യത്തിലും ഞങ്ങൾ പിറകിലാണ് എന്നതാണ്. കേന്ദ്ര നീതി ആയോഗാണ് അത് കണ്ടെത്തിയത്. ആ ടേബിൾ ചെയ്തപ്പോൾ വിദ്യാഭ്യാസത്തിൽ, ഹയർ എഡ്യൂക്കേഷനിൽ, ജനറൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ, എക്കണോമിക് ഇൻഡിക്കേറ്ററിൽ, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്ററിൽ, ഹെൽത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്ററിലൊക്കെ ഞങ്ങൾ വളരെയധികം പിറകിലാണ്. ഞങ്ങൾക്ക് സോഷ്യലായിട്ടുള്ള വലിയ പിറകോട്ട് പോക്കിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിജീവിക്കാനുള്ള 2 പ്രധാനപ്പെട്ട സെക്ടർ, ഒന്ന് കാർഷിക മേഖലയും 2 ടൂറിസം സെക്ടറുമാണ്. കാർഷിക മേഖല അതിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ നേരിടുന്നുണ്ട്. പക്ഷെ വളരെയധികം ബൂം ചെയ്തിരുന്നൊരു മേഖല ഒരു ടൂറിസം സെക്ടറാണ്. ആ ടൂറിസം സെക്ടറിൽ ലോകം അറിയണം. 24 ചാനൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യത്തിൻ്റെ സവിശേഷത, ലോകത്തോട് വയനാട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ദുരന്തം സംഭവിച്ചിരിക്കുന്നത് 3 വാർഡുകളിൽ മാത്രമാണ്. കേവലം 3 വാർഡുകളിൽ മാത്രം, ഒരു പഞ്ചായത്തിലെ 3 വാർഡുകളിൽ മാത്രം. അതും ഞങ്ങൾ അതിജീവിക്കുകയാണ്. വയനാട് നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. ഇവിടെയുള്ള ബിസിനസ്സുകാർ, ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാർ, ഇവിടെയുള്ള ടാക്സിക്കാർ, ഇവിടെയുള്ള റിസോർട്ടുകൾ, ഇവിടെയുള്ള ബിസിനസ് സംരംഭങ്ങൾ, ഇവിടെയുള്ള ഗൈഡ്സ്, ഇവിടെ അതുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടതായിരിക്കുന്ന വിവിധ ആളുകൾ, സ്പൈസസുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി ഈ മേഖലയിലുള്ളതായിരിക്കുന്ന 100 കണക്കിന് ആളുകൾ ഈ ടൂറിസം സെക്ടറുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അതിജീവനത്തിൻ്റെ ഒരു ഉൾക്കരുത്തുള്ള മുദ്രാവാക്യമാണ്, വയനാടിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമാണ് 24 ഉയർത്തിയിരിക്കുന്നത്. അതിനെ പൂർണ്ണ മനസ്സോടുകൂടി പൊതുസമൂഹവും ലോകവും രാജ്യവും ഏറ്റെടുക്കണം. എല്ലാവരും ഒന്ന് കൈയടിച്ചോ, അല്ലേ? നമ്മൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. നമ്മുടെ 24ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അത് തന്നെയാണ്. നമ്മുടെ കൂടെ ഇവരെല്ലാവരും ഉണ്ട്. സുബൈർ ഇളകുളം, അങ്ങനെ തന്നെയല്ലേ പേര്? അദ്ദേഹമാണ് ഇതിന്റെ കോർഡിനേഷൻ, അല്ലെ? ഇതെങ്ങനെയുണ്ട്? ആദ്യത്തെ ഒരു പ്രതികരണം എങ്ങനെ? ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്കും തോന്നിയ ഒരു കാര്യമാണ്. എപ്പോഴും ഇങ്ങനെ സങ്കടത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്
ചെയ്തുകൊണ്ടിരിക്കാതെ അവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് അതിജീവനമാണ്. അതിജീവനത്തിന് സാറ് തന്നെ ഇവിടെ സൂചിപ്പിക്കേണ്ടത് കാർഷിക മേഖലയായിരുന്നു വയനാട്, കാർഷിക ജില്ലയായിരുന്നു. കാർഷിക മേഖല തകർന്നതിൽ പിന്നെയാണ് ടൂറിസം പതിയെ വന്നത്. ഇത് ടൂറിസം എന്ന് പറയുന്നത് സാധാരണക്കാരൻ കൂടെ ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. നമുക്ക് ഈ മേപ്പാടി മാത്രം നോക്കിക്കഴിഞ്ഞാൽ മേപ്പാടിയിൽ മാത്രം ഒട്ടനവധി ആളുകൾ ടൂറിസത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതിനകത്ത് ജീപ്പ് ഡ്രൈവർമാരുണ്ട്, സാധാരണ കച്ചവടക്കാരുണ്ട്, കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്, ടൂറിസം ഗൈഡുമാരുണ്ട്, അതുപോലെ ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്ന ചെറുകിട സംരംഭകരുണ്ട്. ഇവരുടെ എല്ലാം പ്രശ്നമാണ്. ഇനി സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിജീവനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം. അപ്പം അതിജീവനത്തിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ആക്സസ് എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. കാരണം ഈ ആളുകളെല്ലാം ടൂറിസവുമായി പരിചയപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ടൂറിസം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്താമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം നമുക്കപ്പോൾ ഇനിയിപ്പോ അടുത്തത് എന്താണ്? ഫ്ലാഗ് ഓഫ് ആണ്. ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് ഓരോ മേഖലകളിലേക്കായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു അതിജീവിതം അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ ഒരു സന്ദേശവുമായിട്ട് നമ്മൾ 24 ഇവരോടൊപ്പം ജോയിൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ മറക്കരുത്, ഇത് നമ്മൾ ഒരു തുടക്കം മാത്രമാണ്. നാളെ എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന 24ന്റെ സന്ദേശവുമായിട്ട് ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അതിന് വരണം. ആദ്യം നമുക്ക് ഈ ബൈക്ക് റാലിയുടെ ഫ്ലാഗ് ഓഫിലേക്ക് പോവാം അല്ലേ? അത് ഔദ്യോഗികമായിട്ട് അതിന്റെ ഒരു ഫ്ലാഗ് ഓഫ് തുടങ്ങാം. നമുക്ക് ബൈക്കാരെല്ലാരും വന്നോ? കുറച്ചും കൂടെ അടുത്തേക്ക് ഇന്ന് എല്ലാവരും. ആരൊക്കെയുണ്ട്? നമുക്ക് നിർദ്ദേശമുണ്ട്. യാത്രികനാണ് അല്ലെ? ഒരുപാട് ഗ്രൂപ്പുകൾ ഇതിന്റെ കൂടെ ഉണ്ട്. യാത്രികൻ എന്ന ഗ്രൂപ്പ് ടൂറിസം മേഖലയെ പറ്റിയിട്ടാണ്. ചാർലി ടൂറിസം മേഖലയെ പറ്റിയിട്ടാണ് പറയുന്നത്. ടൂറിസം മേഖല മൊത്തത്തിൽ പറയുമ്പോൾ പിന്നെ ഫെബ്രുവരിയിൽ പുൽപ്പള്ളിയിലുള്ള പൗലോസിനെ ആന ചവിട്ടി മരിച്ചതിന് ശേഷം മൊത്തം ഹൈക്കോടതി ഇടപെട്ടിട്ട് ടൂറിസം മേഖല കംപ്ലീറ്റ് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഗൈഡുമാർക്ക് ആർക്കും പണിയില്ല. ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചു പിടിക്കുന്നേ. ഉറപ്പായിട്ടും നമ്മൾ അതിന്റെ ഒരു തുടക്കമാകട്ടെ ഇത്. ഏതായാലും നമ്മളിപ്പോ തുടങ്ങട്ടെ. എന്തായാലും അതിന്റെ ഒരു ഫ്ലാഗ് ഓഫ് തുടങ്ങുകയാണ്. സമയം കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇവർക്ക് കുറെ സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട്. ബൈക്കിലേക്ക് കയറി അങ്ങ് തുടങ്ങാൻ തോന്നുന്നു നമുക്കല്ലേ? ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് MLA ടി സിദ്ദിഖാണ്. ദീപക് ധർമ്മടം കൂടെ നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ടീം മൊത്തം ഉണ്ട്. ബൈക്കുകളിൽ ഇവിടെ ബൈക്കുകളെല്ലാം നിരന്നിട്ടുണ്ട്. ഈ ബൈക്കുകളിൽ എല്ലാവരും കയറുന്നു. ഇവിടെ മുതൽ അങ്ങോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില ഇടങ്ങളിലൊക്കെ തന്നെ സ്വീകരണങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം ബൈക്കുകാരുണ്ട്. 100-ലേറെ ബൈക്കുകളാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ബൈക്ക് റാലിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം MLA ടി സിദ്ദിഖാണ് നിർവഹിക്കുന്നത്. ഫ്ലാഗ് ഓഫിനൊപ്പം തന്നെ ഇവിടെ പലതരത്തിലുള്ള ബൈക്കുകളുണ്ട്. ബുള്ളറ്റുകളാണ് ഇവിടെ കൂടുതൽ തോന്നുന്നത് അല്ലേ? ചെറിയൊരു മഴയുണ്ട്. മഴയൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. ബൈക്ക് റാലിക്ക് തുടക്കമായിരിക്കുന്നു. യാത്രകൾ അവസാനിക്കുന്നില്ല. ടൂറിസം മേഖലയും കാർഷിക മേഖലയും ആണ് വയനാടിന് ഏറ്റവും കൂടുതൽ ഉൾക്കരുത്ത് നൽകുന്നത്. അപ്പൊ ആ രീതിയിൽ എല്ലാവരും ആ ഒരു സന്ദേശം തന്നെയാണ്. ഇനി കരച്ചിലും സങ്കടങ്ങളും പറഞ്ഞ് മാറി നിൽക്കാൻ ഇവരിനി തയ്യാറല്ല എന്നാണ് പറയുന്നത്. എല്ലാവരും ഒരുങ്ങുക. ഇനി നമുക്ക് മുന്നോട്ടുള്ളൊരു യാത്രയാണ്. ആ മുന്നോട്ടുള്ള യാത്രയ്ക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കാണുന്നല്ലോ എല്ലാവരും തന്നെ ആ രീതിയിലൊരു പോസിറ്റീവ്, ആ ഒരു സ്ട്രെങ്ത് ആണ്, ശക്തിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അവർക്ക് പ്രതീക്ഷകളാണ് ഇനി വേണ്ടത്. മുന്നോട്ട് പോകാനുള്ള, എല്ലാം മറന്ന് മുന്നോട്ട് പോകാനുള്ള ഊർജം അത് തന്നെയാണ് ഇവർക്ക് വേണ്ടത്. ഈ ബൈക്ക് റാലിയിലൂടെയുള്ള സന്ദേശവും അത് തന്നെയാണ്. ബൈക്ക് റാലിക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനം, അതിന്റെ ഫ്ലാഗ് ഓഫ് ആണ് MLA ടി സിദ്ദിഖ് നിർവഹിക്കുന്നത്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്ദേശം തന്നെ ആവട്ടെ അല്ലെ? നമ്മളിനി തളർന്നിരിക്കാനൊന്നും വയനാട്ടുകാർ ഒരുക്കമല്ല. അപ്പൊ നല്ല തുടക്കമാകട്ടെ. ഇതൊരു ഒരുപാട് ദിവസങ്ങളിലേക്കുള്ള ഒരുപാട് വലിയ യാത്രയുടെ, നിങ്ങളുടെ ഒരു ഊർജം പകരുന്ന യാത്രയുടെ നല്ലൊരു തുടക്കം തന്നെ ആകട്ടെ. ഇനി ഇന്നലെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയായിട്ട് ഇത് പ്രത്യേകം സംസാരിച്ചിരുന്നു. ഇക്കോ ടൂറിസം സെന്ററുകൾ പൂർണ്ണമായും തുറക്കാൻ, അനുബന്ധ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കാൻ, ബാംഗ്ലൂർ, ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ മുഴുവൻ വയനാടിന്റെ ക്യാമ്പയിനിങ്ങിന് പ്രത്യേകമായി നേതൃത്വം കൊടുക്കാൻ, മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓരോ ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് പോയി അത് പ്രത്യേകമായി ജനങ്ങളെ ആകർഷിക്കാൻ ഉള്ള ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടെ ഇതിന്റെ സന്ദർഭത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ ടൂറിസം മേഖല ഉണർന്ന് പ്രവർത്തിക്കാൻ പോവാണ്. നമ്മുടെ ബൈക്ക് റാലി
കൽപ്പറ്റ ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇപ്പൊ മേപ്പാടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി കൽപ്പറ്റ ബസ് സ്റ്റാൻഡിലേക്കാണ്. അങ്ങനെ കുറുവ ഉണ്ട്, കുറുവ ദ്വീപ് വരെയുള്ള യാത്രയ്ക്ക് ഇതാ തുടക്കമായിരിക്കുന്നു. ആ ഹെൽമെറ്റ് ഒക്കെ വെക്കുന്ന എല്ലാവരും മറക്കല്ലേ. ഇനി അങ്ങോട്ടുള്ളൊരു വലിയ യാത്രയുടെ യഥാർത്ഥത്തിൽ നാളെ വയനാട്ടിൽ നമ്മൾ 24 കണക്കിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി ഇന്ന് വയനാട് ടൂറിസം കൂട്ടായ്മ യാത്രികർ അതിന് നേതൃത്വം നടക്കുന്ന റാലിയാണ് MLA ടി സിദ്ദിഖ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. എന്തായാലും നാളെ രാവിലെ 9 മണിക്ക് നമ്മുടെ ഈ എൻ്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടി തത്സമയം 24 സംപ്രേഷണം ചെയ്യും. നാളെ രാവിലെ മോർണിംഗ് ഷോയും അവിടെ നിന്നാണ്. അതുപോലെ മിനി ബാബു ഒരു കാര്യം പറയുന്നു, പട്ടണക്കാട് ലക്ഷ്മിയിലെ ഇതിൻ്റെ കാര്യം മറന്ന് പട്ടണക്കാട് ലക്ഷ്മി നമ്മൾ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, നാളെ നമ്മൾ ഭക്ഷണവും സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ രാവിലെ പോകണം. നിങ്ങളെയൊക്കെ ഞാൻ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. പട്ടണക്കാട് അത് എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കരുതേ, പട്ടണക്കാട് ലക്ഷ്മിയിലാണ്.